സുവിശേഷ വീഥി. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഈ സുവിശേഷ വീഥിയിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. യേശുവിനോടൊപ്പം, യേശുവിൻ്റെ തിരുവചനങ്ങളോടൊപ്പമുള്ള ഒരു യാത്രയാണ്. അത് ഈ ഒരു ചെറിയ സമയത്തെ സന്ദേശ യാത്ര മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഭൂമിയിലെ ജീവിതം അങ്ങനെ ആകേണ്ടതാണ്. യേശുവിനോടൊത്തുള്ള ഓരോ യാത്രകളാണ് ഓരോ മനുഷ്യജീവിതവും. ഇടയ്ക്ക് നമ്മളതെപ്പോഴോ മറന്നുപോകുന്നു എന്നുള്ളതാണ്. അതൊന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാനും ഓർമ്മപ്പെടുത്താനും കുറച്ചുകൂടി ശ്രദ്ധയിലും ജാഗ്രതയിലും ആയിരിക്കാനുമായിട്ടുള്ള ഒരു വലിയ അവസരവും ഭാഗ്യവുമാണ് ഈ സുവിശേഷ വീഥി. വീണ്ടും നമുക്ക് ഒരുമിച്ചായിരിക്കാനായിട്ട് അവസരമൊരുക്കിയ കരുണ ചെയ്ത ദൈവത്തെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മൾ പറയുന്ന ഒപ്പം കേൾക്കുന്ന യേശു വചനങ്ങളൊക്കെ നമ്മളൊന്ന് ഉൾക്കൊള്ളാനായിട്ട്, ജീവിതത്തിൽ സ്വീകരിപ്പാനായിട്ട്, അതിൽ നിന്നുള്ളൊരു ഊർജവും പ്രകാശവും ഉൾക്കൊണ്ട് തുടർന്ന് ജീവിപ്പാനായിട്ട് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേപോലെ ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട്. സുവിശേഷങ്ങളിൽ നമ്മളെ ഇങ്ങനെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന, നമ്മളിങ്ങനെ കൊത്തിവലിക്കുന്ന ചില വചനങ്ങളുണ്ടാവും. എല്ലാം ഒന്നും യേശു പറഞ്ഞതാവണമെന്നില്ല. പല മനുഷ്യർ മിണ്ടിയിട്ടുണ്ട് സുവിശേഷത്തിൽ. പിശാചൻ മിണ്ടിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളുണ്ട്, പിശാചിൻ്റെ വാക്കുകളുണ്ട്, മനുഷ്യരുടെ വാക്കുകളുമുണ്ട്. അതെല്ലാം വിവേകത്തോടുകൂടി അതതിൻ്റെ ഗൗരവത്തിൽ അറിയാനും വേർതിരിച്ചെടുക്കാനുമൊക്കെ ആയിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അപ്രകാരം നമ്മളെ ഭാരപ്പെടുത്തുന്ന, വല്ലാതെ നമ്മളെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വചനത്തിലേക്കാണ്, ഒരാളുടെ ഒരു നിലവിളിയാണ്. എപ്പോഴാണ് ഞാനും ഒരുപക്ഷെ നമ്മളും നിലവിളിക്കുന്നത്? നില കിട്ടാതാവുമ്പോഴാണ്. നമുക്കൊരു ചോടുറപ്പിക്കാനായിട്ട് ഇറ്റിടം കിട്ടാതാവുമ്പോഴാണ് ഏതൊരു മനുഷ്യനും വല്ലാതെ ഉച്ചത്തിൽ വിളിച്ചു പോകുന്നത്. അതാണല്ലോ നിലവിളി. അങ്ങനെ ഒരു നിലവിളിയാണ്. എനിക്കാരുമില്ല എന്നതാണ് ആ നിലവിളിയുടെ കണ്ടൻറ്റ്. എനിക്കാരുമില്ല. അതാരാണ് പറഞ്ഞത്? എവിടെയാണ് പറഞ്ഞത്? ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗം യേശു ചെയ്ത വളരെ വ്യത്യസ്തമായ ഒരു അത്ഭുത പ്രവർത്തനമാണ്. യോഹന്നാൻ ശ്ലീഹായിലേക്ക് വരുമ്പോൾ അത്ഭുതമെന്ന വാക്കല്ല അദ്ദേഹം ഉപയോഗിക്കുക, മറിച്ച് സൈൻ, അടയാളമാണ്. ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും നമ്മൾ എവിടെയൊക്കെ അത്ഭുതം കാണുന്നുവോ, അത്ഭുതമെന്ന വാക്ക് പരിചയപ്പെടുന്നുവോ, വായിക്കുന്നുവോ, കണ്ടെത്തുന്നുവോ, അതിൻ്റെയൊക്കെ ഒരു സ്ഥാനത്ത് 4-ാം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹാ ബോധപൂർവം അടയാളം എന്ന വാക്കാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ പറഞ്ഞ യേശു ചെയ്ത വളരെ വിചിത്രമായ, വിസ്മയം നിറഞ്ഞ ഒരു അടയാളമാണിത്. എല്ലാവർക്കും ഏതാണ്ട് അധ്യായം പറഞ്ഞതോടുകൂടി ഭാഗമൊക്കെ, സന്ദർഭമൊക്കെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഒരു കുളക്കരയിൽ, ബെഥേസ്ദാ കുളക്കരയിൽ ഏതാണ്ട് 38 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ അതിൻ്റെ ചുരുളഴിയുന്നത്. അങ്ങോട്ട് യേശു എത്തുന്നതൊക്കെയാണ്. പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ആ ഒരു കുളത്തിനൊരു പ്രത്യേകത, എപ്പോഴെങ്കിലുമൊക്കെ ദൈവം അയക്കുന്നൊരു ദൂതൻ അവിടെ വരിക മാത്രമല്ല, ആ കുളത്തിലെ വെള്ളം അത്ഭുതകരമായി സൗഖ്യം തരുന്ന തീർത്ത ജലമായി രൂപാന്തരപ്പെടുത്തും. ദൂതനിറങ്ങി വന്ന വെള്ളം കലക്കുന്നതോടുകൂടി അതൊരു സാധാരണ വെള്ളമല്ല, മറിച്ച് സൗഖ്യം തരുന്ന തീർത്ഥജലമായി മാറും. അതേ തുടർന്ന് ആദ്യം ഇറങ്ങുന്ന ഏത് വ്യാധി പിടിച്ചവനായാലും, രോഗം ബാധിച്ചവനായാലും അവന് സൗഖ്യം ഉണ്ടാവും. എപ്പോഴൊക്കെയാണ് ഈ ദൂതൻ വരിക, അപ്രകാരം ഈ വെള്ളം തീർത്ഥജലമായി മാറുക എന്നത് മുൻകൂട്ടി പറയാനായിട്ട് നിശ്ചയമില്ലാത്തതുകൊണ്ട് എപ്പോഴും അവിടെ വലിയൊരു തിരക്കുണ്ടാവും. തിരക്കെന്ന് പറഞ്ഞാൽ രോഗികളുടെ ഒരു വലിയ തിക്കും തിരക്കുണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ മാറാവ്യാധി ഒന്ന് നീങ്ങിക്കിട്ടാനായിട്ടുള്ള
പരിശ്രമമാണ്, പ്രാർത്ഥനയാണ്, കാത്തിരിപ്പാണ്. അവിടെയാണ് യോഹന്നാൻ ശ്ലീഹ നമുക്ക് ഈ രോഗിയെ പരിചയപ്പെടുത്തി തരുന്നത്. 38 വർഷമായിട്ട് അയാളതിൻ്റെ കരയ്ക്കാണ്. എന്തുമാത്രം നിരാശയിലും തുടർന്ന് വരുന്ന വിഷാദത്തിലും ആയിരിക്കണം അയാൾ. കാരണം 38 വർഷമായിട്ട് ഇതിനിടയിൽ എത്ര സൗഖ്യങ്ങൾക്ക് അയാൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. ഒപ്പം ഉണ്ടായിരുന്നവർ, പിന്നാലെ എത്തിയവർ, ചിലപ്പോൾ ഇന്നലെ വന്നവർ പോലും ഇന്ന് സൗഖ്യം പ്രാപിച്ചിട്ട് പോകുന്നത് കാണേണ്ടി വരുന്ന ഒരു ഹതഭാഗ്യനാണ്. വെറുതെയാണോ അയാൾ അത്രത്തോളം നിരാശനായിരിക്കാം, അത്രത്തോളം അകപ്പെട്ടു പോയ ഒരാളായിരിക്കാം എന്ന് നമ്മൾ ഊഹിക്കുന്നത്. കാരണം ഒപ്പമുള്ളവർക്കൊക്കെ സൗഖ്യം കിട്ടുന്നുണ്ട്, അയാൾക്കത് കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ അയാൾ 38 വർഷമായിട്ട് അവിടെ ഇങ്ങനെ കാത്തു കെട്ടിക്കിടക്കുന്നത്. തളർവാദ രോഗിയാണ്. അതുകൊണ്ട് തന്നെ തനിച്ച് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സൗഖ്യം പ്രാപിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങാം, ആ ഒരു പ്രതീക്ഷയിലാണ്. സൗഖ്യം പ്രാപിക്കും, അങ്ങനെ ഒരു പ്രത്യാശയിലുമാണ്. പക്ഷേ ഈ വെള്ളം പതിയെ ദൂതൻ്റെ ഇടപെടലോടുകൂടി ഔഷധം തരുന്ന ഔഷധജലമായി മാറുമ്പോൾ, തീർത്ഥമായി മാറുമ്പോൾ, ഇവനെ ഒന്ന് ആ വെള്ളത്തിലെത്തിക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് മുമ്പോട്ട് വന്നേ മതിയാവും. ആരുടെയെങ്കിലുമൊക്കെ സഹായം ഇല്ലാതെ ഇയാൾക്ക് എന്തായാലും സൗഖ്യം കിട്ടില്ല. ഇയാളെ അന്വേഷിച്ചെത്തുകയാണ് യേശു. ഏതാണ്ട് മുൻ പരിചയമുള്ളതുപോലെ വരുന്നയാൾക്ക് ഏതാണ്ടൊരു 32 വയസ്സെന്നൊക്കെ വേണേ വെറുതെ അനുമാനിക്കാനായിട്ട് നമുക്ക് ഭാവനയെ കാണാം. ഒരു 32 വയസ്സുകാരൻ എത്തുകയാണ്, അല്ലെങ്കിൽ 31 വയസ്സുകാരൻ വരികയാണ്, അല്ലെങ്കിൽ 30 വയസ്സുകാരൻ. 38 വർഷമായിട്ട് ഈ രോഗം ബാധിച്ച ഒരുവൻ. അയാൾക്ക് എത്ര പ്രായമുണ്ടെന്നൊന്നും അറിയില്ല, അയാളുടെ എത്രാമത്തെ വയസ്സിലാണ് തളർന്നു പോയെന്നും ഇനി ജന്മനാ ഇങ്ങനെയായിരുന്നു എന്നൊന്നും അറിയില്ല. എന്താ അയാൾക്ക് 38 വർഷമായി രോഗത്തിൻ്റെ ഒരു കാലദൈർഘ്യമുണ്ട്. അയാളെ അന്വേഷിച്ചാണ് യേശു എത്തുക. അവിടെ അനേക രോഗികൾ വേറെയുമുണ്ട്. അവരെ ആരെയും ശ്രദ്ധിക്കാതെ ഇയാളിലേക്ക് മാത്രം യേശു എത്തുക. അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന ഏറ്റവും വിശിഷ്ടനായ അതിഥിയുടെ പേരാണ് ശരിക്കും യേശു. അത് അതിഥിയല്ല, മറിച്ച് ആതിഥേയനാണ്, ഉടമസ്ഥനാണ്, ഉടയവനാണ്. എപ്പോൾ വേണമെങ്കിലും എന്നിലേക്ക് എത്താം. അങ്ങനെ ഒരു പ്രതീക്ഷയിലും പ്രത്യാശയിലുമൊക്കെയാണോ ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്? യേശു എപ്പോഴെങ്കിലുമൊക്കെ എന്നെ തേടി വരും, എൻ്റെയും ക്ഷേമം ഒന്ന് അന്വേഷിക്കും, എന്നെ മുറ്റുനോക്കും. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ, അറിയിക്കാനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമെന്നൊക്കെയുള്ള ഒരു വളരെ സാധാരണമായ, കുഞ്ഞുങ്ങളൊക്കെ ഭാവനയെ കാണുന്ന അവരുടെ കുട്ടിക്കാലത്തെ കഥകൾ അവർ മനസ്സിൽ മെനയുന്നത് പോലെ മുതിർന്നവരായ നമ്മളും വിശ്വാസ ജീവിതത്തിനകത്ത്, ആത്മീയ ജീവിതത്തിനകത്ത് യേശുവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഭാവനയിൽ കാണേണ്ടതാണ്. ഒരിക്കൽ എന്നെയും യേശു തേടി വരും, എന്നാ ഉണ്ട് വിശേഷമെന്ന് ചോദിക്കും. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കുറച്ചും കൂടി അകത്തോട്ട് പരിശോധിച്ച് എന്നാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു യേശു സാന്നിധ്യ ബോധമോ, യേശുവുമായിട്ടൊരു കൂടിക്കാഴ്ച സമാഗമമോ, ഒരു സംസർഗമോ ഒന്നും നമ്മൾ ഭാവനയിൽ പോലും പ്രതിഷ്ഠിച്ചിട്ടില്ല. അതിനർത്ഥം നമ്മൾ ആഗ്രഹിക്കുന്നേ ഇല്ലെന്നല്ലേ. ജീവിതത്തിൽ ആഗ്രഹമുള്ളതെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വലിയ വിശിഷ്ട വ്യക്തികളുമായി ഇപ്പോൾ കടന്നുപോയി, ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. എന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴെങ്കിലും അദ്ദേഹവുമായിട്ട് ഞാനും കൂടിക്കാണും, ആ പാദം ഒന്ന് തൊട്ട് വന്നിക്കണം, ഒന്ന് മിണ്ടാൻ പറ്റിയ ഒരു സെക്കൻഡെങ്കിലും ഒന്ന് മിണ്ടണം എന്നൊക്കെ ആഗ്രഹം അന്നും ഇപ്പോഴും ഉണ്ട്. കടന്നു പോയാലും ആഗ്രഹം മാറുന്നില്ല. അത് നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ എന്തുമാത്രം വിശിഷ്ട ആളുകളുമായി എപ്പോഴെങ്കിലുമൊക്കെ ഒരു കൂടിക്കാഴ്ച നമ്മൾ ഓരോരുത്തരും മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടെന്നറിയോ. അതിനെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്, താലോലിക്കുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ നാമം പേറുന്ന, ക്രിസ്തു നാമം പേറുന്ന, ക്രിസ്തുവിൻ്റെ അനുയായികളായ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ എപ്പോഴെങ്കിലും യേശുവുമായിട്ട് ഇപ്രകാരം ഒരു കൂടിക്കാഴ്ച ഭാവനയിൽ പോലും കാണാനായിട്ട്, അതിനെ ഒന്ന് പ്രീതിയോടുകൂടി കൊണ്ടു നടക്കാനായിട്ട് സാധിക്കാറുണ്ടോ? എന്തായാലും 38 വർഷത്തെ നിരാശ നിറഞ്ഞ, പരാജയം ഭക്ഷിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് യേശു കടന്നു വരികയാണ്. അതൊരു നല്ല സൂചനയാണ്.
എന്തുമാത്രം നമ്മളുടെ ജീവിതം കൈവിട്ടു പോയാലും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വിപരീത ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നാലും, എന്തുമാത്രം നിരാശയിൽ നമ്മൾ അകപ്പെട്ടു പോയാലും ഒരു ദിവസമുണ്ട്. ആ ദിവസം തീർച്ചയായിട്ടും ഒരു അത്ഭുതം സംഭവിക്കും. ഏത് ദിവസമാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും, ഏത് ദിവസമാണെന്ന് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ലെങ്കിലും, ഒരു ദിവസം, അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും. ആ ദിവസം ക്രിസ്തുയേശു എന്നെയും അന്വേഷിച്ച് എൻ്റെ ഈ ചെറിയ ജീവിതത്തിനകത്തേക്ക് എത്തും. യേശുവിൻ്റെ വരവ് വളരെ വിചിത്രമായിരുന്നു. എന്നിട്ട് ഇവനോട് ചോദിക്കുന്ന ചോദ്യമാവട്ടെ അതിലും കുറേ കൂടി വിചിത്രമായിപ്പോയി. വിചിത്രമെന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ. നമ്മുടെ നാട്ടുഭാഷ ഉപയോഗിച്ചാൽ മനസാക്ഷി ഇല്ലാത്ത ഒരു കുശലാന്വേഷണമായിപ്പോയി. ഒരു ബോധവും വെളിവുമില്ലാത്ത കുശലാന്വേഷണം. എന്താണ്? അയാളോട് ചോദിക്കുകയാണ്, 38 വർഷമായി ഈ കുളക്കരയിൽ തനിക്ക് കിട്ടാതെ പോയ സൗഖ്യത്തിൽ നിരാശപ്പെട്ട്, സങ്കടപ്പെട്ട്, വിഷാദത്തിൽ, ക്ഷുഭിതനായൊക്കെ കഴിയുന്നു. ഇത്രയും നിന്ന സ്വയം അനുഭവിക്കുന്ന മനുഷ്യർ അപൂർവമാണ്. ഇത്രയും നിന്ന അല്ലാത്തവരൊക്കെ വന്നു രക്ഷപ്പെട്ടു പോകുന്നു. ഇയാൾ ഇത്രയും കൊല്ലമായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു യാചകൻ്റെ റോള് പോലുമല്ല, അല്ലേ? യാചകൻ്റെ എങ്കിലും ഒരു ഉത്തരവാദിത്വമുണ്ട് ചെയ്യാൻ. അതുപോലും ഇല്ലാത്ത വിധത്തിൽ. കാരണം അവിടെ യാചിച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ. അവിടെ ആര് വരാനാ? അവിടെ സൗഖ്യം കിട്ടാൻ ആഗ്രഹിക്കുന്ന രോഗികളല്ലാതെ ദേവാലയത്തിലേക്ക് എത്തുന്ന ഭക്തരൊന്നും അങ്ങോട്ട് വരില്ല. ഭക്തർ വരുന്ന വഴിയരിയിലാണ് പൊതുവെ യാചകരിരിക്കുക. അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ നടന്നു പോകുന്ന വഴിയരിയിലാണ് യാചകരിക്കുക. ഇപ്പോൾ യാചകരുടേത് പോലുമുള്ള ഒരു പദവിയിലേക്ക് എത്താതെ പോകുന്ന ഈ മനുഷ്യൻ, അയാളെ അന്വേഷിച്ചു വന്ന യേശു യാദൃശ്യമായി കണ്ട ഒരാളല്ല. പെട്ടെന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ ചിലപ്പം നമുക്ക് വേണ്ടത് ചോദിക്കാനായിട്ട്, വേണ്ടുന്ന പോലെ ഇടപെടാനായിട്ട് ഒരുപക്ഷെ പറ്റാതെ പോയേക്കാം. പെട്ടെന്ന് ഒരാളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ എന്താണ് പറയേണ്ടത്, എന്താണ് ഇടപെടേണ്ടത്, നമുക്ക് പറ്റാതെ പോവാം. ഒരിക്കൽ ഞാനും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൽ ഒരു വലിയ എഴുത്തുകാരൻ്റെ ഒരു നല്ല പുസ്തകത്തെക്കുറിച്ചും പറഞ്ഞു പോയി. 3-4 ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു പ്രഭാഷണം ടെലികാസ്റ്റ് ചെയ്തു. അതും ഞാൻ അറിഞ്ഞില്ല. അതും കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപരിചിതമായൊരു കോൾ വരികയാണ്. എടുത്തപ്പോൾ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എഴുത്തുകാരനാണ്. ഞാൻ ആപ്പാട് വിറച്ചുപോയി. ഒരു അക്ഷരം വാ തുറന്ന് മിണ്ടാൻ പറ്റിയില്ല. ഞാനിങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ ഫാദറല്ലേ, ഇന്നയാളല്ലേ, ഞാൻ മുക്കി മൂളി മറുപടി പറഞ്ഞു. ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് ഇങ്ങനെ പ്രഭാഷണം കേട്ട ഒരാൾ ആ ഭാഗമൊന്ന് എനിക്ക് അയച്ചു തന്നു. എന്നെക്കുറിച്ചും എൻ്റെ പുസ്തകത്തെക്കുറിച്ചും പറഞ്ഞതിൽ വളരെ സന്തോഷം. എൻ്റെ നാവിറങ്ങിപ്പോയി. ജീവിതത്തെ കണ്ടുമുട്ടണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്ന, കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ മുതിർന്ന എഴുത്തുകാരൻ നമ്മുടെ നമ്പർ തപ്പിപ്പിടിച്ച് ഇങ്ങോട്ട് വിളിച്ചിട്ട് പോലും വാ തുറക്കാനാവാതെ ഫോൺ കോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കട്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ മുക്കിമൂളി എന്തോ പറഞ്ഞ് അവസാനിപ്പിച്ചു. പിന്നീട് അങ്ങോട്ടൊന്ന് വിളിക്കാൻ ഇതുവരെ ധൈര്യം ഉണ്ടായിട്ടില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം. അതുപോലെ നമുക്ക് സംഭവിക്കാം പെട്ടെന്നൊരാൾ. പക്ഷേ യേശു അങ്ങനെ പെട്ടെന്ന് ഇവൻ്റെ മുമ്പിലേക്ക് എത്തിയതല്ല, ഇവനെ അന്വേഷിച്ച് വന്നതാണ്. ഇയാളെ തന്നെ അന്വേഷിച്ച് തേടി വന്നതാണ്. അതുകൊണ്ട് തന്നെ അയാളോട് ഇടപെടേണ്ടതിനെക്കുറിച്ച് യേശുവിന് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. എന്നിട്ട് യേശു ചോദിക്കുന്ന ചോദ്യം, സൗഖ്യമാകാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ എന്നുള്ള ഒരു പൊട്ടച്ചോദ്യമായി പോയില്ലേ? നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ വീക്ഷണത്തിൽ നിന്ന് ചിന്തിച്ചാൽ ഇയാൾ എന്തിനാ പിന്നെ ഈ 38 കൊല്ലമായിട്ട് ഇവിടെ ചുറ്റിപ്പറ്റി കിടക്കുന്നത്? അയാളുടെ ജീവിതത്തിൽ ആകപ്പാടെയുള്ള ലക്ഷ്യവും ഉദ്ദേശവും ആഗ്രഹവും പ്രാർത്ഥനയും കാത്തിരിപ്പും സൗഖ്യം മാത്രമാണ്. എന്നിട്ട് പിന്നെ യേശു എന്തിനാണ് അയാളോട് ചോദിച്ചത്, സൗഖ്യമാകാനായിട്ട് നിനക്ക് ഇപ്പോഴും മനസ്സുണ്ടോ? നിസ്സാരമായ ഒരു ചോദ്യമല്ല കേട്ടോ. നമ്മൾ മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ബലഹീനതകളോടും കുറവുകളോടും കൂടി നോക്കുമ്പോഴാണ് യേശുവിൻ്റെ ചോദ്യത്തിന് തക്കതായ ഒരു ഗൗരവമില്ല, ഒരു ആത്മാർത്ഥതയില്ല എന്ന് തോന്നുന്നത്. ഒട്ടും ആഴമില്ല. പക്ഷെ അങ്ങനെയല്ല. എന്നാ കൊണ്ട് വിശേഷവും നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നത് എന്തുമാത്രം ആത്മാർത്ഥതയില്ല. അയാൾ പങ്കുവെക്കുന്ന വിശേഷങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ തയ്യാറാണ്. സിമ്പതിയല്ല, ഒരു എമ്പതി ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ രോഗമുള്ള മനുഷ്യരുടെ പോലും രോഗവിവരം നമ്മൾ ചോദിക്കാനായിട്ട് താല്പര്യപ്പെടാത്തത്. ഓരോ മനുഷ്യൻ്റെയും വിശേഷങ്ങൾ നമ്മൾ വളരെ വളരെ ഉപരിതലത്തിലൂടെ ഒന്ന് അന്വേഷിച്ചു പോവുക മാത്രമാണ്. ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ ഒരു പ്രവൃത്തി ദിവസങ്ങൾ, തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങളിലൊക്കെ ഈ ബസ് സ്റ്റോപ്പുകളിൽ രാവിലെ 8 മണിയോടുകൂടിയൊക്കെ യൂണിഫോം ധരിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ ബസ് കാത്തു നിൽക്കുന്നതാണ്. നമ്മൾ അവരോട് ചോദിക്കുന്ന ലോഹ്യം സ്കൂളിൽ പോകാതിരിക്കുമല്ലേ എന്നാണ്. അല്ല, മാർക്കറ്റിൽ മീൻ വാങ്ങിക്കാൻ പോവുകയാണെന്ന് എന്ന് ഈ പിള്ളേർ പറഞ്ഞു തുടങ്ങുന്നോ അപ്പോഴായിരിക്കും മലയാളികളായ നമ്മൾ ഈ ചോദ്യം അവസാനിപ്പിക്കുക. കുട്ടികൾ
മര്യാദയുള്ളവരായതുകൊണ്ട് സ്കൂളിൽ പോകാൻ തന്നെ പറയും, അല്ലേ? രാവിലെ ഞാനും ഞായറാഴ്ച ദിവസമൊക്കെ പള്ളിയിലേക്ക് പോകുന്ന ഒരു കാലത്ത് സ്കൂട്ടറൊക്കെ ഓടിച്ച് പോകുമ്പം, പതിയെ പോകുമ്പോഴോ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാരെ കാണാം, പള്ളിയിലോട്ടായിരിക്കും. അല്ല, നമുക്കും പറയാൻ ആഗ്രഹമുണ്ട്, പള്ളിയിലോട്ടല്ല, നരകത്തിലേക്ക്. അപ്പം എന്താണ് പ്രശ്നം? വീടിൻ്റെയൊക്കെ അടുത്ത് കുറച്ച് ദൂരത്ത് തോടുണ്ട്. തോടറിയാമല്ലോ, ചെറിയ കൈത്തോട്. കുളിക്കാനും തുണി കഴുകാനൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ നിരന്തരം പോകുന്ന സ്ഥലം. അപ്പം അങ്ങോട്ട് പോകുന്നവരോ തിരികെ വരുന്നവരോ ഒക്കെ നമ്മൾ കണ്ടാൽ വീടിൻ്റെ മുറ്റത്തുനിന്ന് കണ്ടാൽ കുളിക്കാൻ പോയതായിരിക്കും അല്ലേ, നനയ്ക്കാൻ പോയതായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. അവരും പറയും അതേന്ന് പറയും. തെങ്ങൊക്കെ കയറുന്നവർ നമ്മുടെയൊക്കെ ഇപ്പോഴും വീടിൻ്റെ അതുവഴി കടന്ന് അപ്പുറത്ത് കുറച്ച് തേങ്ങ ഇടാൻ വേണ്ടി ആയിരിക്കും, അപ്പുറത്തെ വീട്ടിലേക്ക് പോകും, തേങ്ങ ഇടാൻ പോവായിരിക്കുമല്ലോ. പിന്നെ അയാൾ എന്തിനു പോവാണ്? അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കുശലാന്വേഷണം ഒരാത്മാർത്ഥയില്ല. ഇത് നമ്മുടെ ശീലമായൊരു കാര്യം കേട്ടോ. പക്ഷെ അതിനൊന്ന് കുറേ മാറ്റം വരുത്താനായിട്ട് പറ്റാത്തത് വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു, ഇടൂ അപ്പനും അമ്മയ്ക്ക് എന്നാണ്ട് വിശേഷവും നമ്മൾ ചോദിച്ചു പോയാൽ, അപ്പം മേലാതെ കിടക്കുകയാണ്, മരുന്ന് വാങ്ങിക്കാൻ പോലും നിർവാഹമില്ലെന്ന് പറഞ്ഞു കേട്ടാൽ നമുക്ക് ഇടപെടേണ്ടി വരും. മക്കളുടെ പഠിത്തമൊക്കെ എന്താ എന്ന് ചോദിക്കാത്തതിൻ്റെ കാരണം +2 കഴിഞ്ഞു, എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ കോഴ്സിന് ഏതെങ്കിലും ഒരു ITC ചേർക്കണം, പക്ഷേ 10,000 രൂപ 6 മാസത്തിന് വേണം. അതുമല്ല വിശേഷമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ വിട്ടുപോകും. അതുകൊണ്ട് മാത്രമാണ് നമ്മളൊരു മനുഷ്യൻ്റെയും ഒരു കാര്യവും ആഴത്തിൽ അന്വേഷിക്കാത്തത്. വെറുതെ എന്തിനാണ് പൊല്ലാപ്പും വയ്യാവേലിയും വലിച്ചു തലയിൽ വെക്കുന്നത്? അപ്പോൾ എൻ്റെ നിങ്ങളുടെയും ഒക്കെ കുശലാന്വേഷണം വളരെ പെരിഫറലാണ്, വളരെ ഉപരിതലത്തിലുള്ള ഒരു ലോഹ്യം പറച്ചിലാണ്. പള്ളിയിൽ പോകുന്നവരോട് പള്ളിയിൽ പോകല്ലേ, ക്ഷേത്രത്തിൽ പോകുന്നവരോട് അമ്പലത്തിൽ പോകില്ല എന്നുള്ള മണ്ടൻ ചോദ്യം മാത്രം നമ്മൾ ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കും. യേശു എന്തായാലും ഇയാളോട് ചോദിച്ച ചോദ്യം സുഖപ്പെടാനായിട്ട്, സൗഖ്യം പ്രാപിപ്പാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ? അത് ഈ മാതിരി ഒരു ചോദ്യം അല്ല കേട്ടോ. പിന്നെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ അകപ്പെട്ട് നിൽക്കുന്ന ഒരിടമുണ്ടാവും. അത് പാപത്തിൻ്റെ മേഖലയാവാം, അധാർമികതയുടെ മേഖലയാവാം, നിരാശയുടെയും വിഷാദത്തിൻ്റെയും ഇടമാകാം, എവിടെയാവാം. കുറേ കാലം കൊണ്ട് നമ്മൾ അതിനോട് വല്ലാതെ ഇഴുകിച്ചേർന്നിട്ടുണ്ടാവും. ഇതിനപ്പുറത്തൊന്നുമില്ല എന്ന് നമ്മൾ ധരിച്ചു പോകുന്നു. ഇതിനപ്പുറത്തേക്കൊന്നും ഒന്നുമില്ല, എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കും. ഈ ഒരു കുളത്തിൻ്റെ കരയിൽ, ബെഥസ്ദ കുളത്തിൻ്റെ കരയിൽ 38 എന്നുള്ളത് ഇനി എത്ര കാലമെന്ന് മാത്രമാണ് നിശ്ചയമില്ലാത്തത്. ഞാൻ ചാകുന്നതും ഇവിടെ കിടന്നുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് മിക്കവാറും മനുഷ്യർ. ചില അമ്മമാർ പറയാറുണ്ട്, എന്തായാലും വന്നിട്ട് 10, 37, 38 വർഷമായി എങ്ങോട്ട് വന്നിട്ട്, ഇതിയാൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ട്, ഇനി ഈ അടക്കളക്കകത്ത് തന്നെയാണ് എൻ്റെ അവസാനം. അങ്ങനെയാണ് അവരുടെ ജീവിതത്തിലെ വിഷമങ്ങൾ, അവരുടെ ജീവിതത്തിലെ നഷ്ടബോധം, അവരുടെ ജീവിതത്തിലെ നിരാശയൊക്കെ പ്രകടിപ്പിക്കും. ഇതിനകത്തായി ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു വിമോചനമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിനകത്ത് കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പോലും അവനെ സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് യേശു കൃത്യമായിട്ട് ഇയാളോട് ചോദിക്കുന്നത്, നിനക്കിപ്പോഴും സൗഖ്യപ്പെടാൻ ആഗ്രഹമുണ്ടോ? നീ ഇവിടെ കിടക്കുന്നത് കൊണ്ട്, നീ ക്യൂവിൽ നിൽക്കുന്നത് കൊണ്ട് നിനക്ക് ആഗ്രഹമുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പം ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എൻ്റെ ഉള്ളിൽ പ്രത്യാശയുണ്ട്, എൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്, ദൈവം എൻ്റെ അടുത്തേക്ക് വരുമെന്നൊരു കാത്തിരിപ്പിലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? കാണുന്നവർക്കത് പറയാൻ പറ്റില്ല. ഞാനും പള്ളിയിലായിരിക്കും, പ്രാർത്ഥനക്കാരുടെ കൂട്ടത്തിലായിരിക്കും, പ്രാർത്ഥിക്കുന്ന 4 പേർക്കൊപ്പം ഞാൻ മുട്ടുകുത്തുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയുണ്ടോ? ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടാണെന്നൊരു തോന്നലോ ബോധ്യമോ ഉണ്ടോ? ഇത് ദൈവം കേൾക്കുന്നുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ടോ? ദൈവം എനിക്ക് എന്നെങ്കിലും എപ്പോഴെങ്കിലും ദൈവഹിതമാകുന്ന, ദൈവത്തിന് സൗകര്യപ്പെടുമ്പോൾ ദൈവം പ്രതികരിച്ചോളും, പ്രവർത്തിച്ചോളും എന്നൊരു വിശ്വാസമുണ്ടോ? ഇവിടെയാണ് യേശു കടുകുമണിയുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ വലിപ്പം കൊണ്ട് ഏറ്റവും ചെറുതിനെ ഉദാഹരണം എടുത്ത്, അത്രയെങ്കിലും വിശ്വാസം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഏറ്റവും ചെറുതായിരുന്നു കടുക്. ആ കടുകിനെ കൂട്ടുപിടിച്ചത് എൻ്റെ വിശ്വാസത്തിൻ്റെ വലിപ്പം, അത്രയെങ്കിലും ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുവോ? അങ്ങനെയാണ് ഈ ചോദ്യം വരുന്നത്. ഇപ്പോൾ നിനക്ക് താല്പര്യമുണ്ടോ? അതാണ്. ജപ്പാനിൽ പണ്ട് നടന്നൊരു പ്ലെയിനും പ്ലെയിനിൻ്റെ യാത്രക്കാരെയും ഉൾപ്പെടെ, അതിൻ്റെ ക്യാബിൻ ക്രൂ, അവരെല്ലാം ഉൾപ്പെടെ കുറേ ഭീകരരെ തട്ടിക്കൊണ്ടുപോയ സംഭവമുണ്ട്. അങ്ങനെ അതിൻ്റെ 3 മാസക്കാലം അവരുടെ കസ്റ്റഡിയിലായിരുന്നു ഈ യാത്രക്കാരും ഈ പ്ലെയിനിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കേട്ടോ. പിന്നെ വിലപേശൽ നടന്നു. അവസാനം ഇവരെല്ലാം മോചിപ്പിക്കാനായിട്ട് അവരുദ്ദേശിച്ച വ്യവസ്ഥകളൊക്കെ മറ്റേ രാജ്യത്തിന് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഭീകരരായ ഈ മനുഷ്യരുടെ
ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിൽ ഈ വിമാനത്തിലുള്ള യാത്രക്കാരെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിമാനത്തിലുള്ള 1-2 യാത്രക്കാർ പോകാൻ തയ്യാറാവുന്നില്ല. കാരണം എന്താണ്? ഈ 3 മാസങ്ങൾ കൊണ്ട് ഈ ഭീകരരുമായിട്ട് അവർക്ക് ഒരു ആത്മബന്ധം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്കിനി പോകണമെന്നില്ല. അപ്പോൾ ഓർത്ത് നോക്കി, സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നങ്ങാണ് എൻ്റെ പേര്. മനഃശാസ്ത്രപരമായിട്ട് അങ്ങനെയാണ് അതിനെ പഠിപ്പിച്ചും പോരുന്നത്. അതായത് നമ്മൾ അകപ്പെട്ടു പോകുന്ന ചില മോശപ്പെട്ട ഇടങ്ങളിൽ, നമുക്കൊട്ടും പറ്റാത്ത ചില പരിതസ്ഥിതികളിൽ പതിയെ നമ്മൾ പൊരുത്തപ്പെട്ടു തുടങ്ങും, നമ്മൾ പോലും അറിയാതെ. അതിന് അപ്പുറത്തേക്ക് ഇനിയൊരു മോചനത്തിന് ശ്രമമില്ല. ആരെങ്കിലും മോചിപ്പിക്കാൻ വന്നാൽ പോലും പോകണമെന്ന് താല്പര്യമില്ല. ഇവിടെ ആയാലും എന്നാ ഇപ്പം, എങ്ങനെയെങ്കിലുമൊക്കെ ഇനി ബാക്കി കാലവും കൂടി ഒന്ന് കഴിച്ച് തീർത്താൽ പോരെ. അപ്പം അങ്ങനെയാണോ നീ 38-ാം കൊല്ലവും ഇവിടെ ഇങ്ങനെ പറ്റിക്കൂടി കിടക്കുന്നത്? അതറിയണം. ദൈവത്തിന് അതറിഞ്ഞാൽ മാത്രമേ നമ്മളുടെ മനസ്സ് അതെന്തുമാത്രം പുതുക്കത്തിലാണ്, എന്തുമാത്രം ഉണർവിലാണ്, എന്തുമാത്രം പ്രതീക്ഷാ നിർഭരമാണ്, അതൊന്നും ദൈവത്തിനും ബോധ്യപ്പെടണം. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സ് പരിശോധിപ്പാനായിട്ട് ദൈവം ഇറങ്ങിത്തിരിഞ്ഞാൽ നമ്മൾ കള്ളം പറയേണ്ടി വരും. ഞാനും വലിയ പ്രതീക്ഷയിലാണ്, അങ്ങ് വരുമെന്നറിയാമായിരുന്നു, എപ്പോഴെങ്കിലും ഇടപെടുമെന്നുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു എന്നൊക്കെ നമ്മൾ വീണ്ടും ഒരു കള്ളവും കൂടെ പറയേണ്ടി വരും സത്യമായിട്ട്. എന്തായാലും യേശുവിൻ്റെ ചോദ്യം ഒന്നും കൂടെ നമുക്ക് നോക്കാം. സുഖപ്പെടാനായിട്ട്, സൗഖ്യപ്പെടാനായിട്ട് നിനക്കിപ്പോഴും മനസ്സുണ്ടോ? അങ്ങനെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദൈവത്തിന് പോലും അവൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ദൈവം ഇടപെടണമെങ്കിൽ ഞാൻ പാകപ്പെടണം, ഞാൻ അതിനോട് പൊരുത്തപ്പെടണം, ഒരു ഒരുക്കമുണ്ടായിരിക്കണം. അവിടെയാണ് ഈ കാത്തിരിപ്പിൻ്റെ പ്രസക്തി കേട്ടോ. എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? അത് വലിയൊരു പ്രശ്നമാകട്ടോ. ബുദ്ധനുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ വായിക്കപ്പെടുന്ന വലിയൊരു പുസ്തകമാണ് സിദ്ധാർത്ഥ. നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ഹെർമൻ ഹെസ്സയുടെ വളരെ പ്രശസ്തമായ നോവലാണ്. എല്ലാ ഭാഷകളിലേക്കും അത് പരാവർത്തനം ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നൊരു 100 പേജെങ്ങാണ്ടേ വരുള്ളൂ ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ. അതിനകത്ത് ഈ ബുദ്ധൻ ഇങ്ങനെ ഒരു ആളുടെ അടുത്തെത്തുമ്പം ആ ഗുരു, എൻ്റെ ആവശ്യം അങ്ങയുടെ ശിഷ്യനാവണം, അങ്ങയുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അഭ്യസിക്കാനുണ്ട്. അപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ കയ്യിലുള്ള മൂലധനം? വെറുതെയൊന്നും എൻ്റെ ശിഷ്യനാകാൻ പറ്റില്ല. എന്തുണ്ട് നിൻ്റെ കയ്യിലുള്ള മൂലധനം? എന്താണ് നിനക്ക് സമർപ്പിക്കാനുള്ളത്? നിൻ്റെ കൈവശം എന്തോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ ക്യാൻ ഫാസ്റ്റ്, എനിക്ക് ഉപവസിക്കാൻ അറിയാം. അപ്പോൾ ഗുരുവൻ തലയാട്ടും. ഐ ക്യാൻ ഫാസ്റ്റ്, എനിക്ക് ഉപവസിക്കാൻ അറിയാം. ഐ ക്യാൻ തിങ്ക്, എനിക്ക് ചിന്തിക്കാൻ അറിയാം. അതും വളരെ സംപ്രീതനായ ഗുരു തലയാട്ടും. മൂന്നാമതൊടുവിൽ പറയുന്നത് ഐ ക്യാൻ വെയിറ്റ് എന്നാണ് പറയും, എനിക്ക് കാത്തിരിക്കാനാവും. അതോടുകൂടി പറയും നീ ഇവിടെ കൂടിക്കൊള്ളാൻ പറയും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വഴിത്തിരിവിലേക്ക് എത്തിക്കുന്ന 3 കാര്യങ്ങളാണ് കേട്ടോ. ഉപവസിക്കുക, നിസ്സാര കാര്യമല്ല. ഉപവസിക്കുക, ചിന്തിക്കുക, അവനവന് ദൈവം തന്ന വിവേകം നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ്, നന്നായി യൂട്ടിലൈസ് ചെയ്യുക. 3 കാത്തിരിക്കുക. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഇടപെടാനായിട്ട്, മനുഷ്യരിടപെടാനായിട്ട്, മനുഷ്യർക്ക് കുറേ കൂടി അനുഭാവം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കും. ഇതിന് നമ്മൾ പലപ്പോഴും തയ്യാറല്ലെന്നുള്ള. യേശുവിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ വായിക്കുന്ന, പ്രചരിപ്പിക്കുന്ന, പറയുന്നൊരു വചനമുണ്ടല്ലോ, എന്ത്? യാചിപ്പീൻ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. യാചിച്ചാൽ കിട്ടും, അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടിയാൽ തുറക്കപ്പെടും. നമ്മളിങ്ങനെ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് എത്തിപ്പെട്ട ഒരു യേശുവചനമാണ്. നമ്മളിങ്ങനെ ആവശ്യങ്ങളെല്ലാം യാചിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ നേടേണ്ടതിലേക്ക് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒടുവിൽ മുട്ടുവിൻ തുറക്കപ്പെടും. നമ്മളൊന്ന് സങ്കല്പിച്ചാൽ മതി. അത് തിരിച്ചാണ് ശരിക്കും വായിക്കുന്നത്. മുട്ടിയാൽ തുറക്കുമെന്ന് ഉള്ളിടത്തും തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നത്. മുട്ടിയാൽ തുറക്കപ്പെടും. അവിടെ നമുക്ക് ആരംഭിക്കാം. വാതുക്കൽ നമ്മൾ മുട്ടിയാൽ എപ്പോഴാണ് തുറക്കുന്നതെന്നറിയാം? കോളിംബെല്ലടിച്ചാൽ, ചില മനുഷ്യരില്ലേ കോളിംബെല്ലടിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ സ്വിച്ച് നിന്ന് കൈ എടുക്കാതെയല്ലേ? എന്തോ ഒരു ഇറിറ്റേറ്റഡായ ഒരു കാര്യമാണ്. ഒരു തവണയെ ബെല്ലടിക്കാവുള്ളൂ, ഒരു തവണ, ഒറ്റ തവണ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൈകെട്ടി വളരെ വിനയാന്വിതനായി വളരെ പ്രാർത്ഥനയോടുകൂടി അവിടെ കാത്തു നിൽക്കണം. എന്തിനാണ്? അകത്തുള്ളയാൾ അനുഭാവപൂർവം അയാളുടെ സമയത്ത് വന്ന് വാതിൽ തുറക്കാനായിട്ട്. ദൈവസന്നിധിയിൽ ഒരു ഭക്തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുക. എന്ത്? മുട്ടിയിട്ട് ആ കരുണയുടെ വാതുക്കൽ മുട്ടുക. അതെൻ്റെ ഉത്തരവാദിത്വം, അത് ഞാൻ ചെയ്തേ മതിയാവും. പിന്നെ കാത്തിരിക്കുക. അപ്പോൾ ഈ ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്.
എന്തായാലും യേശുവിനോട് ചോദിക്കുകയാണ്, സൗഖ്യപ്പെടാനായിട്ട് ഇപ്പോഴും മനസ്സുണ്ടോ? അവൻ്റെ ആൻസർ ശരിക്കും എന്താകണം? മനസ്സുണ്ടല്ലോ, അതൊരു യെസ്, മനസ്സുണ്ട്. അല്ലെങ്കിലോ ഒരു മനസ്സുമില്ല, ഞാനിവിടെ കിടന്നോളാം ചാകുന്നവരെ, ഞാൻ ഭയങ്കര പ്രതിഷേധത്തിലാണ്, ഞാൻ മടുത്തു, നിരാശ മൂത്ത് വിഷാദമായി, വിഷാദം മൂത്ത് പ്രതിഷേധമാകുന്നു, അത്രേ ഉള്ളൂ. ദൈവത്തോടും പരിഭവിക്കാനും കലഹിക്കാനും ഞാൻ തയ്യാറാണ്, മനുഷ്യരോടും എനിക്കിനി ഒന്നും വേണ്ട. ചില മനുഷ്യർ അങ്ങനെയാണല്ലോ, അവരിങ്ങനെ കലഹിച്ചുകൊണ്ടേയിരിക്കും. യെസ് ഓർ നോ പറയേണ്ടടുത്ത് ഇവൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വിചാരത്തിൻ്റെ മർമ്മഭാഗം. എനിക്കാരുമില്ല. ഓർത്തു നോക്കി, ചോദ്യം എന്തായിരുന്നു? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാണ്. ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇത്രയും കൂടെ പറയാം, തനിക്ക് കണ്ണ് കണ്ടുകൂടെ, ഞാനിവിടെ തന്നെ ഇങ്ങനെ കാത്തു കെട്ടി കിടക്കുന്നത്, ഞാൻ കിടക്കുന്നത് സൗഖ്യത്തിന് വേണ്ടിയല്ലാതെ വേറെ എന്തിനു വേണ്ടിയാണെന്നാണ് താൻ വിചാരിക്കുന്നത്? കഷ്ടം, ബോധമില്ലാത്തവർ അങ്ങനെയൊക്കെ പ്രതികരിക്കുക. അതിൻ്റെയും ആൻസർ എന്താണ്? സൗഖ്യപ്പെടാനാണ് ഞാനിവിടെ കിടക്കുന്നതാണ്. പക്ഷേ ഇവൻ്റെ മറുപടി വളരെ വിചിത്രമായി, എനിക്കാരുമില്ല. ദൂതം വന്ന് വെള്ളം തീർത്ഥമാക്കി മാറ്റുമ്പോൾ ആ ഒരു സമയത്തിനാണല്ലോ പ്രാധാന്യം, ആ ഒരു സന്ദർഭത്തിൽ വേണമല്ലോ ഇത് വിനിയോഗിക്കാനായിട്ട്, കാര്യം നേടാനായിട്ട്. അപ്പോൾ ദൂതം വന്ന് വെള്ളം ഇളക്കുന്ന നേരത്ത് എന്നെ ഈ കുളത്തിലൊന്നിറക്കാനായിട്ട് എനിക്കാരുമില്ല. ഭൂമിയിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ നിലവിളി ഇതാണ്, എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ നിലവിളിക്കേണ്ടി വരുന്നത്? ഒപ്പമുള്ള സഹജീവികളെ നമ്മൾ എന്നു മുതലാണ് കാണാതായി തുടങ്ങിയത്? അവരുടെ നിലവിളി എന്നു മുതലാണ് നമ്മൾ കേൾക്കാതായി തുടങ്ങിയത്? അവരെക്കുറിച്ചൊരു വ്യാകുലത സൂക്ഷിക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് എപ്പോൾ മുതലാണ് ഇടമില്ലാതായിപ്പോയത്? യേശുവിൻ്റെ ഒരു വചനമില്ലേ, നിങ്ങൾ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, കാതുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല, ഹൃദയമുണ്ടായിട്ടും നിങ്ങളൊന്നും സൂക്ഷിക്കുന്നില്ല. കുറേ കൂടി നമ്മുടെ കണ്ണ് തുറക്കാനായിട്ട്, കാത് തുറക്കാനായിട്ട്, ഹൃദയം വിശാലമാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പമുള്ള മനുഷ്യരെ നമുക്ക് ചേർത്ത് പിടിക്കാം. അവരെന്തുമാത്രം പോരായ്മകളുള്ളവരാണേലും വൈകല്യങ്ങളുള്ളവരാണേലും നമുക്കവരെ ചേർത്ത് പിടിക്കാം. ആരുമില്ല എന്ന് ഇനി ആരും ഭൂമിയിൽ പറയാതിരിക്കാനായിട്ട് എല്ലാവരും ഉണ്ടാവട്ടെ. ക്രിസ്തുയേശു നമ്മളെയും തേടി വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ.